We are going to Bangalore. Yes. Hi. Hello guys. Hello guys. ഞങ്ങൾ ഇന്ന് ബാംഗ്ലൂരിലാണ്. ഓക്കെ. നമ്മളങ്ങനെ രാമേശ്വരം കഫേയിലെത്തി. ഇതിലുള്ള എല്ലാ സൈഡും നല്ലതാണ്. നമ്മള് ബിയറൊന്നും അടിക്കാറില്ല, അതുകൊണ്ട് ഗോവ മാത്രം കുടിച്ചിട്ട് പോകാൻ നോക്കും. ശനിയാഴ്ച നല്ല ക്രൗഡ് ഉണ്ടാവും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. We are going to ബാംഗ്ലൂർ. Yes. ഷവർമ വെട്ടി വിഴുങ്ങുന്ന ഗായ്സ് ഈ ഇരുട്ടിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ഒരാളിവിടെ ഷവർമ അടിച്ച് കയറ്റും. രാവിലത്തെ ഫേസ് കാണിക്കണ്ടേ? സമയം എത്രയായി? 7:30. എവിടെ എത്തിയെന്നറിയോ? നമ്മള് സേലം കഴിഞ്ഞ് ഹോസൂറൊക്കെ എത്തി. ഓൺ ടൈമാ. 9 മണിക്കെത്തും, 9:30 സ്റ്റാൻഡാ? അല്ല, ക്യാബ് 1:30 അല്ലേ? 1:30 ക്യാബിലേക്ക് പോട്ടിருக்கு കാറില്. ലാസ്റ്റ് ക്യാബ് ബുക്ക് ചെയ്തു. വെയിറ്റിംഗ് ഫോർ ക്യാബ്. ഇവിടെ ഓട്ടോ ചാർജ് കൊച്ചിനെ പോലെ തന്നെ ഇവര് കൂട്ടി പറയുന്നുണ്ട്. ഹായ്. അടിക്കുവോ? ഇപ്പൊ ചാടി എൻ്റെ ഫോൺ കുറച്ചുകൊണ്ട് പോകും. അടച്ചേക്കാം. ഞാൻ പെട്ടെന്ന് നോക്കുമ്പോ ഒരാൾ എന്നെ നോക്കും. നമ്മള് ഹോസ്റ്റൽ ബാംഗ്ലൂരിൽ ഹോസ്റ്റലെത്തി. ഇന്ദിരാ നഗർ ഇതാ നമ്മൾ ബുക്ക് ചെയ്തത്. Issue, please contact same number, okay? Yeah, okay, sure. Sir, please write your name, both member name, mobile number. നീ എങ്ങോട്ടാ ഓടിപ്പോന്ന്? എവിടെ പോകുന്നു? നമ്മളിപ്പോൾ ഇന്ദിരാനഗറിലാണ്. ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട്. മീൻസ് എല്ലാ ഷോറൂംസും ഇവിടെ അവൈലബിളാണ്. നമ്മളിപ്പോൾ എവിടെയാണ് പോകുന്നത്? എവിടെ പോകുന്നത്? എന്തിനാ? ഈ പൊടി ഡീഡിൽ നമ്മള് രാമേശ്വരം കഫേ പോയിട്ട് നമ്മള് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ നെക്സ്റ്റ് പ്ലാൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ട്രാഫിക് സിഗ്നലിൽ അവിടെ സ്ട്രോബെറിയും മൽബറിയും വിൽക്കുന്നുണ്ട് ആള്. എത്ര? 80 റുപ്പീസാ? ഇലയാ? അടിയിൽ ഫുൾ ഇലയാണല്ലോ ചേട്ടാ. 2000 per kg आता है. 2000 per kg. 2000 per kg. ഓ, ഓക്കെ ഓക്കെ. നമ്മളങ്ങനെ രാമേശ്വരം കഫേയിലെത്തി. ഇതാണ് രാമേശ്വരം കഫേ. നല്ല തിരക്കാണ് മോർണിംഗ്. ഇതാണ് ഇവിടുത്തെ മെനു. കുറേ ഐറ്റംസ് ഉണ്ട്. ഇവിടെ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട് ഡിയോസ്കോയിലെ. ഇതിൽ ഓർഡർ ചെയ്യാം. നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് ഇവിടെ ഓർഡർ ചെയ്താലോ? ഇവരുടെ അടുത്ത് പറഞ്ഞുതരോ? ദോശ. ഈ കാളി ദോശ. താഴേക്ക് വാ. ഈ പ്ലെയിൻ ദോശ. ഗീ പൊടി പ്ലെയിൻ ദോശ. അതല്ല, അത് കാണുന്നു. ഗീ പൊടി പ്ലെയിൻ ദോശയും ഇതിലുള്ള എല്ലാ സൈഡും നല്ലതാണ്.
അപ്പൊ നമ്മൾ കഴിച്ച് അവിടുന്ന് ഇറങ്ങി. നല്ല ഹെവി ആയിട്ട് കഴിച്ചു. അതെ, നല്ല ഹെവി ആയിട്ട് കഴിച്ചു. അല്ല, ഒരു ദോശ കഴിച്ചോളൂ, അത് നല്ല ഹെവി ആയി പോയി. ഒരു ദോശയില്ല, നീ മറ്റേ വട ഓർഡർ ചെയ്തില്ല? ഞാൻ വടയും ഓർഡർ ചെയ്തു. എല്ലാം അടിപൊളിയായിരുന്നു. ഭയങ്കര ഫില്ലിംഗ് ആണ്. എനിക്ക് ആ ചട്നി പോലും ഒരു സൈഡ് പോലും ബാക്കി വെക്കാനില്ല, അത്ര അടിപൊളിയായിരുന്നു. ഹലോ ഗായ്സ്. ഞങ്ങൾ ഇന്ന് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂർ ഇസ് എ മെട്രോ സിറ്റി. നമ്മള് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നടക്കാനല്ല, നമ്മള് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. വിശന്നിട്ട് നശിപ്പിച്ച് ഞാൻ നടക്കാന്ന് പറഞ്ഞൊരു വൈബ് പിടിച്ച് വരികയായിരുന്നു. ഓക്കെ, അതാ സത്യം പറയാം. നമ്മള് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 250 മീറ്ററിലാണ് ലൊക്കേഷൻ കാണിച്ചത്. സോ നമ്മൾ വിചാരിച്ചു നടന്നു പോവാന്ന്. അതെ, ബാംഗ്ലൂരിലെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ക്ലൈമറ്റ് അല്ല, ഇവിടെ കുറെ മരമുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെയിലാണെങ്കിൽ ഒരു വലിയ വെയിൽ തോന്നില്ല. നമുക്ക് നടക്കാൻ ഒരു വൈബ് കിട്ടും ഈ മരവും ഈ കാറ്റും ഒക്കെ കൊണ്ടിട്ട്. പക്ഷെ ഇത് കൊച്ചിയിലാണെങ്കിൽ ഈ മരം എല്ലാം വെട്ടി നശിപ്പിച്ചു. അതുകൊണ്ട് ഫുള്ള് പൊടിയാണ്, വെയിലും പൊടിയും മാത്രമേ ഉള്ളൂ കൊച്ചിയിൽ. പക്ഷെ ഇവിടെ ആണെങ്കിലും ഈ വെയിലുണ്ടെങ്കിലും നമുക്ക് നടക്കാനുള്ള മൈൻഡ് ഉണ്ട്, വലിയ ചൂടില്ല. ഞാനൊരു സത്യം പറയാം, എന്റെ കൈ കഴിക്കുന്നു, ബാക്കി അവിടെ തന്നെ കാണിക്കാം. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് തലപ്പാക്കട്ടി ബിരിയാണിയിലേക്കാണ്. നമ്മൾ ദിണ്ടുക്കൽ തലപ്പാക്കട്ടിയിലെത്തി. ഫുഡ് ഓർഡർ ചെയ്തു. എന്തൊക്കെയാ ഓർഡർ ചെയ്തത്? ബിരിയാണി, ദിണ്ടുക്കൽ തലപ്പാക്കട്ടി സ്പെഷ്യൽ ബിരിയാണിയും ആട്ടുകാൽ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ആട്ടുകാൽ സൂപ്പ് എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ടാ കുടിക്കാൻ. നമ്മുടെ ആട്ടുകാൽ സൂപ്പ് വന്നു. എങ്ങനെയുണ്ട് സൂപ്പ്? നമ്മൾ ഇതാണ് ദിണ്ടുക്കൽ തലപ്പാക്കട്ടി സ്പെഷ്യൽ ബിരിയാണി. ഇതിൻ്റെ കൂടെ ഒരു മുട്ടയും കിട്ടും. മുട്ടയും കിട്ടും. എന്താ നമ്മുടെ പ്ലാന്? ഇന്ന് നമ്മളൊരു പാർട്ടിക്ക് പോവാണ്. ഒന്നല്ല, കുറേ പാർട്ടി ഉണ്ട്. കോറമംഗലം പോവാ. പാർട്ടി സ്ട്രീറ്റിലോട്ട് പോവാ. നമ്മൾ ബാംഗ്ലൂരില്ലേ, അപ്പോൾ കോറമംഗലയിൽ നല്ല കുറേ പാർട്ടീസ് നടക്കുന്നത് കേട്ടു. സോ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഇന്ന് ഇറങ്ങുന്നത്. വൈകിട്ട് ഒരു 6-6:30 ആയി. അപ്പോൾ എൻ്റെ ചേട്ടനും കസിനും വരുന്നുണ്ട്. അപ്പോൾ അവരെയും കൂട്ടിയിട്ട് നമ്മൾ 4 പേരും കൂടെ അങ്ങനെ പാർട്ടിക്ക് പോയിട്ട് വരാമെന്ന് ഓർത്ത്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ പാർട്ടി വൈബൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലേ. ട്രാഫിക്കാ ബാംഗ്ലൂരിൽ. എന്നാ പുള്ളി പറഞ്ഞ് അവിടെ പോകാൻ പറ്റില്ലെന്നാ? ഇറക്കി വിടാന്നാ? ഓക്കെ. നമ്മള് കോറമംഗലം എത്തി. അപ്പോ കോറമംഗലം സീറ്റിൽ കൂടെ നടക്കുവാണ് നമ്മൾ. ഇതിന്റെ അകത്താണ് കുറെ ഇങ്ങനെ പാർട്ടി പബ്ബ്, പിന്നെ കുറെ ബാർ, അങ്ങനത്തെ സെറ്റപ്പ് എല്ലാം ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് കയറാം. അപ്പൊ തിരക്കൊന്നും ഇല്ലല്ലോ ഇപ്പൊ. പാർട്ടി നോക്കിയിട്ട് വേണം നമുക്ക് കയറാൻ. അപ്പോൾ പാർട്ടി ഏതാ ഉള്ളത് നല്ലത് നോക്കിയിട്ട് കയറാമെന്നാണ് പ്ലാന്. ഇവര് നമ്മുടെ കൂടെ വന്നതാണ്. ഇതാണ് ദീപക് കുറുബരൻ. അവർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. ഇന്ന് നമ്മൾ കോറമംഗലയില് പാർട്ടി സീറ്റിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ കുറേ പാർട്ടീസ് നടക്കുന്നുണ്ട്. ഡ്രങ്കൻ ഡാഡി, നല്ല ക്രൗഡ് ഉണ്ടാവും. നിങ്ങളെ എടുക്കല്ല, ഞാൻ ഇത് എടുക്കുന്ന. നമ്മള് ജിപ്സി എന്ന് പറഞ്ഞ പബ്ബിലാണ് കയറിയത്. നമ്മളിവിടെ ബോബ കുടിക്കാൻ വന്നു. നമ്മൾ ബിയറൊന്നും അടിക്കാറില്ല, അതുകൊണ്ട് ബോബ മാത്രം കുടിച്ചിട്ട് പോകാൻ നോക്കും. അതെ, ഒരു വൈബാക്കിയിട്ട് ഇറങ്ങി. ഇപ്പോൾ ഇവിടെ ബോബ വാങ്ങാൻ വന്നു. ഏതാ പറഞ്ഞത്? കോൾഡ് കോഫി
സോ അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ഫസ്റ്റ് ഡേ ഇൻ ബാംഗ്ലൂർ. സോ ഡേ 2 വ്ളോഗിൽ കാണാം. ബൈ ഗൈസ്.